ഇത് ഹെർബൈ ലൈഫ് തട്ടി ലിവർ മാറ്റി വെക്കുക എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിലുള്ള അപ്പോൾ വെയിറ്റ് ലോസ് ഇഞ്ചെക്ഷൻസിന് നമ്മുടെ മാർക്കറ്റിൽ എത്ര പൈസ വരുന്നുണ്ട്? ഒരു റേഞ്ച് എങ്ങനെയാണ്? റേഞ്ച് ഇപ്പോൾ ഈ പറഞ്ഞ ഒരു ട്രേഡ് നെയിം പറഞ്ഞല്ലോ, മൊഞ്ചാരോ എന്ന് പറഞ്ഞ ട്രേഡ് നെയിമാണ്, ബ്രാൻഡ് നെയിമാണ്. അപ്പോൾ ആ ബ്രാൻഡ് നെയിം ഒരു കമ്പനി ഉണ്ടാക്കുന്നുള്ളൂ. ഇപ്പോൾ അത് അവരുടെ പേറ്റൻ്റ് ആണ്. അപ്പോൾ അത് ആ പേറ്റൻറ്റ് തീരുന്നവരെ അതിന് നല്ല വിലയായിരിക്കും. അതിന് ഒരു മാസം 10,000 തൊട്ട് എനിക്ക് തോന്നുന്നു ഒരു 15,000 20,000 വരെ എന്തോ അതിന് കോസ്റ്റ് ഉണ്ട്, ഒരു മാസത്തെ കോസ്റ്റ് വരികയെന്ന് പറയും. പിന്നെ അതിന് മുന്നേ വന്ന് ഞാൻ പറഞ്ഞല്ലോ, ഫാറ്റ് ലിവറിന് അപ്രൂവ് ആയ മരുന്ന് അതിപ്പോൾ അതിൻ്റെ പേറ്റൻറ്റ് കഴിഞ്ഞു, ആ കമ്പനിയുടെ പേറ്റൻറ്റ് കഴിഞ്ഞു. ഇപ്പോൾ ഒരുപാട് കമ്പനികൾ അത് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെയൊക്കെ വില കുറഞ്ഞു. ആഴ്ചയിൽ 500 രൂപ 600 രൂപയ്ക്ക് ആ റേഞ്ചിലൊക്കെ ഇപ്പോൾ സാധനം ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ജനറിക്കിൻ്റെ ബയോസിമിലേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അത് യൂസ് ചെയ്താൽ മതി. വില കുറഞ്ഞു. അപ്പോൾ വില ഒരു പ്രശ്നമല്ല, അതിൻ്റെ മെയിൻ പ്രശ്നം വിലയായിരുന്നു ഇതുവരെ. അപ്പോൾ ഈ പേറ്റൻറ്റ് തീരുന്ന വരെ ഉള്ളൂ. അത് ഇപ്പോൾ പേറ്റൻറ്റ് മറ്റേതിൻ്റെ തീരുമ്പോൾ അത് വരും. ഇനി അടുത്ത ഡ്രഗ് വരുന്നുണ്ട്, 3 ബ്ലോക്ക് ചെയ്യുന്ന സാധനം. അങ്ങനെ പുതിയ പുതിയ മരുന്നുകൾ വരുന്നുണ്ട്, കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകൾ വരുന്നുണ്ട്. ഇതൊക്കെ മാറും പുതിയ ഫീൽഡ് ആയതുകൊണ്ട്. അപ്പോൾ ഒരുപാട് മരുന്ന് കഴിക്കുന്നത് നമുക്ക് ദോഷകരമാണ് എന്ന് പറഞ്ഞു. ഇപ്പം എന്ത് അസുഖം വന്നു കഴിഞ്ഞാലും പാരസെറ്റമോൾ കഴിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. പനി വന്നാൽ, തലവേദന വന്നാൽ, ജലദോഷം വന്നു കഴിഞ്ഞാൽ ഡോക്ടറൊന്നും കാണിക്കില്ല, നേരെ ഒരു 1-2 പാരസെറ്റമോൾ കഴിക്കും. അടുത്ത ദിവസം ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഓക്കെ ആവും, വീണ്ടും അടുത്ത ദിവസം പാരസെറ്റമോൾ കഴിക്കും. അപ്പോൾ ടു മച്ച് ഓഫ് പാരസെറ്റമോൾ എന്താണ് പ്രശ്നം? അല്ല, അത് രണ്ട് പാട്ടുണ്ട് ഈ ക്വസ്റ്റിന്. ഒന്ന്, ഈ വെറുതെ മരുന്ന് കഴിക്കുക, ചോദിക്കാതെ, അത് ചെയ്യാൻ പാടില്ല. അത് നമുക്ക് മരുന്ന് എന്താണെന്ന് നമുക്കും ഏത് ഡോസ് ആൻറ്റിബയോട്ടിക് ഒക്കെ സ്വയം വൈദ്യരാകാൻ പാടില്ല. അത് എപ്പോഴും ചോദിച്ചിട്ട്, ഓരോ മരുന്ന് ഈ പറഞ്ഞ പോലെ സൈഡ് എഫക്റ്റ് ഉണ്ട്. അത് നമ്മൾ നോക്കിയിട്ട്, ഇപ്പോൾ കിഡ്നിക്ക് എഫക്റ്റ് ഉള്ള മരുന്ന് ഉണ്ടാവാം, ലിവറിൽ എഫക്റ്റ് ചെയ്യുന്ന മരുന്നുണ്ടാവും. അതൊക്കെ നോക്കിയിട്ട് നമ്മുടെ സാഹചര്യവും നമ്മുടെ അസുഖങ്ങളും ഒക്കെ നോക്കിയിട്ട് ആണ് നമ്മളത് പ്രിസ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് സെൽഫ് മെഡിക്കേഷൻ പാടില്ല. രണ്ടാമത്തെ പാരസെറ്റമോൾ ആണ് നമ്മുടെ കയ്യിൽ ഉള്ളത് വെച്ചിട്ട് ഏറ്റവും സേഫ് ആയിട്ടുള്ള പെയിൻ കില്ലർ. അപ്പോൾ പാരസെറ്റമോൾ ലിവറിന് ടോക്സിക് ആണ്. ഇപ്പോൾ ഇന്ത്യയുടെ പുറത്ത് പോയി കഴിഞ്ഞാൽ ഈ ലിവർ ഫെയിലിയർ ആയിട്ട് വരുന്നതിൽ ഏറ്റവും കൂടുതൽ കേസ് പാരസെറ്റമോളാണ്. അതിൻ്റെ കാരണം അവിടെ പാരസെറ്റമോൾ മാത്രമേ അവർക്ക് ഫാർമസിയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റൂ. നമ്മുടെ ഇവിടെ മരുന്ന് കടയിൽ പോയി കഴിഞ്ഞാൽ പ്രിസ്ക്രിപ്ഷനിൽ എല്ലാ മരുന്നും കിട്ടും, അവിടെ അത് കിട്ടില്ല. അതുകൊണ്ട് അവർ വളരെ എമൗണ്ട് കൂടുതലാണ്, വലിയ ഡോസിൽ അവരത് കഴിച്ചിട്ട് ഈ ആത്മഹത്യാ ശ്രമം അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് ഇത് യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് ഈ ലിവർ ഫെയിലിയർ ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡോസ് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ പാരസെറ്റമോൾ സേഫാണ്. സിറോസിസ് ഉള്ള പേഷ്യൻസിന് വരെ നമ്മൾ പാരസെറ്റമോൾ കൊടുക്കാറുണ്ട്. റിലേറ്റീവ് ഏറ്റവും കൂടുതൽ സേഫ് ആയിട്ടുള്ള ഒരു പെയിൻ കില്ലറാണ് പാരസെറ്റമോൾ. അപ്പോൾ പാരസെറ്റമോൾ പ്രശ്നക്കാരനല്ല, പക്ഷേ ബാക്കിയുള്ള പെയിൻ കില്ലേഴ്സ് ലിവറിന് പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ ന്യൂസിലൈഡ് എന്നൊക്കെ പറഞ്ഞത് പുറത്ത് ബാൻഡായിരുന്നു, അത് ഇന്ത്യയിൽ അവൈലബിൾ ആണ്, ഇപ്പോഴും അവൈലബിൾ ആണ്. ഇന്ത്യയിൽ അത് ഇടയ്ക്ക് ബാൻ ചെയ്തു, എന്നാലും ടാബ്ലറ്റ് പല സ്ഥലത്തും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ അക്യൂട്ട് ലിവർ ഇഞ്ചുറി ഉണ്ടാക്കുന്നതാണ്, ലിവർ ഫെയിലിയർ ഉണ്ടാക്കുന്നതാണ്. അതേപോലത്തെ പെയിൻ കില്ലേഴ്സ് ഇതിന് കിഡ്നിക്കും ലിവറിനും പ്രശ്നം ഉണ്ടാക്കുന്ന പെയിൻ കില്ലേഴ്സ് ആണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ പാരസെറ്റമോൾ അല്ല ഈ കഴിക്കുന്ന ആൾക്കാർ, സെൽഫ് മെഡിക്കേഷൻ ചെയ്യുന്നവർ ഒരു മറ്റേ പെയിൻ കില്ലേഴ്സ്, ഡേഞ്ചറസ് ആയിട്ടുള്ള പെയിൻ കില്ലേഴ്സ് ഉണ്ട്. അതൊക്കെ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ ലിവറിനേക്കാൾ കൂടുതൽ കിഡ്നിക്ക് പ്രശ്നം ഉണ്ടാവും, ലിവറിനും പ്രശ്നം ഉണ്ടാവും. അത് സൂക്ഷിച്ച് സെൽഫ് മെഡിക്കേഷൻ പാടില്ല. പെയിൻ കില്ലർ ആണെങ്കിൽ ചോദിച്ചിട്ടേ കഴിക്കാവുള്ളൂ. ഡേഞ്ചറസ് സാധനമാണ്. ഗ്യാസ്ട്രിക് അൾസർ വരാം, ബ്ലീഡിങ് വരാം, അങ്ങനെ പല റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ ഈ പീരീഡ്സ് ആവുന്ന സമയത്ത്, ആർത്തവാവുന്ന സമയത്ത് നമ്മൾ പെയിൻ കില്ലേഴ്സ് ഒരുപാട് കഴിക്കുന്ന ആളുകളുണ്ട്, ലിമിറ്റഡ് ആയി കഴിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ പെയിൻ കില്ലേഴ്സ്, അതായത് ഈ ആർത്തവ സമയത്ത് അതിൻ്റെ ഒരു വേദനയെ കുറയ്ക്കാനുള്ള ഈ പെയിൻ കില്ലേഴ്സ് അടക്കം നമ്മുടെ ലിവറിന് പ്രശ്നമാണോ? സാധാരണ അല്ല. അതിന് ഉപയോഗിക്കുന്നത് മെഫെനമിക് ആസിഡ് എന്നും ഡൈസൈക്ലോമിൻ എന്നൊക്കെ പറഞ്ഞ സാധനം റിലേറ്റീവ്ലി സേഫ് ആണ്. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ ഒരു ഡോസിന് മുകളിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും. ആ ഡോസ് എന്ന് വെച്ചാൽ നല്ല ഡോസാണ്. അപ്പോൾ സാധാരണ നമ്മൾ കഴിക്കുന്ന ഡോസ് വെച്ചിട്ട് ലിവറിന് പ്രശ്നം ഉണ്ടാവാറില്ല. അതും സെൽഫ് മെഡിക്കേഷൻ പാടില്ല. ഒരു പരിധിവരെ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിക്കണം, ഇത്രയും ടാബ്ലറ്റ് കഴിക്കാമോ, എത്ര കഴിക്കുന്നത് ചോദിച്ചിട്ടേ കഴിക്കാവുള്ളൂ എപ്പോഴും. കുറച്ചു കാലം മുന്നേ ഇപ്പോഴും ഏറ്റവും കൂടുതൽ പരസ്യത്തിൽ നമ്മൾ കാണുന്ന ഒരു സംഭവമുണ്ട്, വിരാട് കോഹ്ലിയൊക്കെ ഇതാണ് എൻ്റെ എനർജിക്ക് പിന്നിൽ എന്ന് പറഞ്ഞ് പൊക്കിപ്പിടിച്ച് ട്രോഫി പോലെ പൊക്കിപ്പിടിക്കുന്ന ഒന്ന് ഹെർബ ലൈഫ് കാരണം വണ്ണം കുറഞ്ഞു എന്ന് അവകാശപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ ഹെർബ ലൈഫ് കുടിച്ചിട്ടുണ്ട്. എൻ്റെ 10 കിലോ വണ്ണം കുറഞ്ഞു ഒരു 6 to 7 months കഴിച്ചപ്പോൾ. പക്ഷേ അത് ഞാൻ നിർത്തി. ഭയങ്കര എക്സ്പെൻസീവ് ആണ്, നമുക്കത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പോൾ വീണ്ടും കുറച്ചു കാലം നിർത്തിയപ്പോൾ ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ ഞാൻ എത്ര കിലോ വെയിറ്റ് കുറഞ്ഞോ അതിനേക്കാളും ഡബിൾ ആയിട്ട് ഞാൻ വെയിറ്റ് കൂടി. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ കുറച്ച് നല്ല വെയിറ്റ് ഉള്ള എൻ്റെ ഒരു ഫ്രണ്ട് റെഫർ ചെയ്തിട്ടാണ് ഞാൻ ഈ സംഭവം കഴിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ പോകുമ്പോൾ നമ്മളെ വെയിറ്റ് ഒക്കെ ചെക്ക് ചെയ്യും. പിന്നെ അവർ നമുക്കൊരു ഹെർബൽ ടീ ഉണ്ട്,
പിന്നെ നമ്മുടെ ഈ ഇതിൻ്റെ ഡ്രിങ്ക്സിൻ്റെ ഒരു സ്മൂത്തി പോലത്തെ സംഭവമുണ്ട്. ഇവർ തന്നെ നമുക്ക് എല്ലാം പ്രൊവൈഡ് ചെയ്യും. ഒരു 3-4 സപ്ലിമെൻറ്റ്സ് ഉണ്ട്. രാവിലെ നമ്മൾ ഈ സ്മൂത്തിയാണ് കഴിക്കേണ്ടത്, ഉച്ചയ്ക്ക് നമുക്കൊരു ചപ്പാത്തി കഴിക്കാം, രാത്രി നമ്മൾ ഈ സ്മൂത്തിയാണ് കഴിക്കേണ്ടത്. പക്ഷെ ഇത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളിത് കഴിച്ച് പോകും, നമുക്ക് പിന്നെ വിശക്കൊന്നുമില്ല. പിന്നെയാണ് ഈ ഡോക്ടർമാരിപ്പോൾ വന്ന് പറയുന്നത് ഹെർബാ ലൈഫ് തട്ടിപ്പാണ്, ഹെർബാ ലൈഫ് നമ്മുടെ ലിവറിന് പ്രശ്നമാക്കും, ഹെർബാ ലൈഫ് നമ്മുടെ മറ്റ് അവയവങ്ങൾക്ക് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യുമെന്ന് പറയുന്നവർക്കുണ്ട്. അപ്പോൾ ആസ് എ ഡോക്ടർ ഹെർബാ ലൈഫിന് എത്ര മാർക്ക് കൊടുക്കും? ഹെർബൽ ലൈഫിന് 0, നെഗറ്റീവ് കൊടുക്കാമെങ്കിൽ നെഗറ്റീവ്. അപ്പോൾ ആദ്യത്തെ കാര്യം ഹെർബൽ ലൈഫ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു തോന്നലുണ്ടാകും. ഹെർബ എന്ന് കാണുമ്പോൾ ഹെർബ്സ് ആണ്, ആയുർവേദമാണ്. ഇത് ആയുർവേദമൊന്നുമല്ല, ഇത് ഇന്ത്യക്ക് പുറത്തുള്ള യൂറോപ്പിലെ ഒരു പ്രോഡക്റ്റ് ആണ്, ഇന്ത്യൻ പ്രോഡക്റ്റ് അല്ല. ഒന്നാമത്തേത്. രണ്ടാമത്തേത്, ഇവരുടെ യൂറോപ്പിൽ തന്നെ ഒരു 50 കൂടുതൽ കേസ് സ്റ്റഡീസ് ഉണ്ട് ലിവർ ഫെയിലിയർ ഉണ്ടാക്കിയത്. ലിവർ ഫെയിലിയർ കൊണ്ടുള്ള മരണം ഉണ്ടാക്കിയ കേസസുകളുണ്ട്. ഞാൻ ഡൽഹിയിലും പൂനെയിലൊക്കെ ആയിരുന്നു പ്രാക്ടീസ് ചെയ്ത്. അവിടെ തന്നെ കുറേ പേഷ്യൻസിനെ ഹെർബാ ലൈഫ് എടുത്തവർ കണ്ടിട്ടുണ്ട്. അത് നമ്മുടെ രാജ്യത്തും കുറേ പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലിവർ ടോക്സിസിറ്റി, ഈ പറഞ്ഞ പോലെ നമ്മൾ പാരസെറ്റമോളിൻ്റെ കാര്യം പറഞ്ഞു. പാരസെറ്റമോൾ ഒരു ഡോസിന് മുകളിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡോസ് റിലേറ്റഡ് ടോക്സിറ്റി വരാം. ഒരു സാധനം ഒരുപാട് അമിതമായ അളവിൽ കഴിക്കുന്നതുകൊണ്ട് വരുന്ന ടോക്സിറ്റി. പക്ഷേ ഹെർബാ ലൈഫ് പോലത്തെ സാധനങ്ങളിനകത്ത് ആൽക്കലോയിഡുകളുണ്ട്. അത് ഒരു സാധനമല്ല, പല ഹെർബ്സ് ഉള്ളതുകൊണ്ട് പല പ്ലാന്റിലെ ആൽക്കലോയിഡ് ഉണ്ട്. ഇത് ചിലപ്പോൾ ഇഡിയോസിൻക്രാറ്റിക് റിയാക്ഷൻ എന്ന് പറയും. അതായത് അത് എല്ലാവർക്കും വരില്ല. അത് ആർക്കാ വരുന്നത് നമുക്ക് അറിയില്ല. വരുന്നവർക്ക് അങ്ങനെ ഹൈ ഡോസ് എടുക്കണമെന്നില്ല. ചെറിയൊരു ഡോസ് എടുത്താൽ തന്നെ ചിലപ്പോൾ ലിവർ ഫെയിലിയറും ലിവർ ഇഞ്ചുറിയിലേക്ക് പോവാം. ലിവർ ഫെയിലിയറിലേക്കൊക്കെ പോവാം. ഓൾറെഡി ഫാറ്റി ലിവർ ഉള്ളവർ ഇത് എടുത്തിട്ട് സിറോസിസ് പോയ പേഷ്യൻ്റ് എനിക്കിപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഫോളോ അപ്പിൽ വരുന്നുണ്ട്. അങ്ങനെയുണ്ട്. പിന്നെ ഈ സ്മൂത്തിയുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഇത് വീണ്ടും സ്മൂത്തി കുടിക്കാനായിട്ട് നിർത്തിയതിന് ശേഷം സ്മൂത്തി കുടിക്കാനായിട്ട് ടേസ്റ്റ് കാരണമാണോ അതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നറിയില്ല, ആ ഒരു അഡിക്ഷനായിട്ട് അതിൻ്റെ പുറകെ പോയ പേഷ്യൻസും നമുക്ക് വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഹെർബൽ ലൈഫിന് 0 മാർക്കാണ് കൊടുക്കുന്നത്. അത് ഒരു ഹെർബൽ സാധനം ആവാം, എവിടുന്ന അതിൻ്റെ അകത്തെ കണ്ടന്റ് എനിക്കറിയില്ല. പക്ഷേ അത് ഇന്ത്യൻ സാധനം, ആയുർവേദിക് സാധനം അങ്ങനെയൊന്നും അല്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വരും. പിന്നെ വിരാട് കോഹ്ലി ഇത് കുടിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വിരാട് കോഹ്ലിയുടെ ഡയറ്റും എക്സസൈസും ഒക്കെ വേറെയാണ്. അത് വെറുതെ പരസ്യത്തിന് വേണ്ടി വിരാട് കോഹ്ലി ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നതേ ഉള്ളൂ. അപ്പോൾ വെസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അങ്ങനെ അത്ലീറ്റ്സിനെയാണ് അവർ ബ്രാൻഡ് അംബാസിഡേഴ്സ് ആയിട്ട് വെച്ചിട്ടുള്ളത്. അവരെ വെച്ച് പരസ്യം ചെയ്യുന്ന ഒരു പരസ്യത്തിൻ്റെ ഇത് മാത്രമേ. ഇത്രയും കോസ്റ്റ് ഉള്ളതിൻ്റെ അകത്ത് അവർക്ക് കൊടുക്കാമല്ലോ, ഇത്രയും പൈസ വാങ്ങിക്കും. ഇപ്പോൾ ഈ ഇഞ്ചക്ഷൻ്റെ വില ഭയങ്കര വിലയുള്ള ഇഞ്ചക്ഷനാണെന്ന് പറഞ്ഞാൽ അതിന് 4-1 ആവുന്നുള്ളൂ മാസത്തിൽ. എൻ്റെ കോസ്റ്റ് ഇഞ്ചക്ഷൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് എഫക്ട്സ് നമുക്കറിയാം, അത് മോണിറ്റർ ചെയ്യാം. അപ്പോൾ ആൾക്കാർ ഇഞ്ചക്ഷനെ കുറിച്ച് കുറേ കുറ്റം പറയുന്നു. ഇത് ഹെർബൽ എന്ന് പേര് കേട്ടിട്ട് ഇതിൻ്റെ പുറകെ പോകുന്നു. അത് ഹെർബൽ അല്ല, അത് ഭയങ്കര ടോക്സിക് ആണ്, സൂക്ഷിക്കണം. മുക്കിന് ഇപ്പോൾ ഹെർബാ ലൈഫിൻ്റെ ക്ലിനിക്കുകളുണ്ട്. നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആളുകൾ ഇവർ ഡോക്ടേഴ്സ് ഒന്നും അല്ല. അപ്പോൾ ഇവർ നമുക്ക് കാണിച്ചു തരുന്ന ഇവരുടെ ഒരു പഴയ ഫോട്ടോ, ഭയങ്കര വണ്ണായിട്ടുള്ളൊരു ഫോട്ടോ. പിന്നെ അവരൊരു 1 ഇയർ ഇത് കഴിക്കുമ്പോൾ അവർ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളത്. അവർ ആദ്യം 2 നേരം, അതായത് രാവിലെയും രാത്രി ഈ സ്മൂത്തി കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ചൊന്ന് വെയിറ്റ് കുറഞ്ഞപ്പോൾ ഇവർ രാത്രി മാത്രമാണ് അത് കഴിക്കുന്നത്. അപ്പോൾ ഇതിവർ നമ്മുടെ മനസ്സിലേക്ക് ഇടുകയാണ്. അപ്പോൾ ചില ആളുകൾ, ഇപ്പോൾ ഞാനത് വിശ്വസിച്ച് പോയിരുന്നു, ഇപ്പോൾ ഞാൻ അത് ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനൊക്കെ വിശ്വസിച്ചിരുന്നത് നമുക്ക് ഈ ഒരു ഡ്രിങ്ക് കഴിച്ചു കഴിഞ്ഞാൽ ഹെർബൽ എല്ലാവരും കഴിക്കുന്നുണ്ട്, ഒരുപാട് ക്ലിനിക്കുകളുണ്ട്. ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് പരിചയമുള്ള ആളുകൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് വെയിറ്റ് കുറക്കാൻ സഹായിക്കും, നമുക്ക് വെയിറ്റ് കുറയുന്നത് വഴി പല അസുഖങ്ങളും നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും എന്നുള്ളൊരു ചിന്തയിൽ കഴിക്കുന്നതാണ്. അപ്പോൾ എനിക്കറിയുന്ന എത്രയോ ആളുകൾ വർഷങ്ങളായി ഹെർബാ ലൈഫിൻ്റെ പ്രോഡക്ട്സ് കഴിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും പ്രശ്നം വരണമെന്നില്ല. അതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും ഫാറ്റ് ബേണേഴ്സ് ഉണ്ടാവാം. ഫാറ്റ് ബേൺ ചെയ്യുന്ന ആൽക്കലോയിഡ് ഉണ്ടാവും, അതുകൊണ്ട് ഫാറ്റ് കുറയും. നമ്മുടെ ശരീരഭാരം കുറഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റ് ലിവറൊക്കെ റിവേഴ്സ് ആവും. അവർക്ക് ഫാറ്റ് ലിവർ റിവേഴ്സ് ആവുന്നുണ്ടാവാം. എല്ലാവർക്കും ഇത് വരും, പ്രശ്നം വരണമെന്നില്ല. ഇഡിയോസിൻക്രാറ്റിക് എന്ന് പറയുമ്പോൾ അതിനകത്ത് കഴിക്കുന്ന ഒരാൾക്ക് വരുമ്പോൾ ചിലപ്പോൾ അത് മരണം വരെ സംഭവിച്ചേക്കാം. ലിവർ ഫെയിലിയറിലേക്കാണ് പോകുന്നത്. അതെ, ലിവർ ഫെയിലിയറിലേക്ക് പോകുന്നെങ്കിൽ മരണം വരെ സംഭവിക്കാം. അപ്പോൾ ഓൾറെഡി ഫാറ്റി ലിവർ ഉള്ളവർക്ക്, ഇപ്പോൾ അക്യൂട്ട് ഓൺ ക്രോണിക് ലിവർ ഫെയിലിയർ എന്ന് പറഞ്ഞ കണ്ടീഷനിലേക്ക് പോയ ഹെർബൽ ലൈഫ് കഴിച്ച പേഷ്യൻസിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനത്തെ പേഷ്യൻസ് ആരാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഈ ജിം ട്രെയിനേഴ്സ് അടക്കം ഈ ഹെർബാ ലൈഫ് കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചതിനെ പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാ ജിം ട്രെയിനേഴ്സും അല്ല, ചില ജിമ്മിൽ പോകുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ ഹെർബാ ലൈഫ് കഴിക്കുന്നത് നല്ലതാണ്, അതായത് ഒരു ടൈപ്പ് ഓഫ് പ്രോട്ടീനാണ്, അത് പ്രോട്ടീൻ ഷേക്ക് എന്നുള്ള രീതിയിലാണ് അവർ മാർക്കറ്റ് ചെയ്യുന്നത് അടക്കം. അറിയില്ല അതിനകത്ത് പ്രോട്ടീൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പ്രോട്ടീൻ കുഴപ്പമില്ല, വേ പ്രോട്ടീൻ വളരെ നല്ലതാണ്. വേ പ്രോട്ടീൻ ജിം ട്രെയിനേഴ്സ് പറയുന്നത് നല്ല അഡൾട്രേറ്റഡ് അല്ലാത്ത നല്ല കമ്പനിയുടെ വേ പ്രോട്ടീൻ ഈ പ്രോട്ടീൻ ഷേക്ക് എന്നുള്ള രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇല്ല, ഹെർബൽ ലൈഫിൻ്റെ അത് പ്രോട്ടീൻ്റെ കൂടെ ഹെർബൽ എക്സ്ട്രാക്ട്സും ഉണ്ടാവും, പ്രോട്ടീൻ ഉണ്ടാവും. അതിൻ്റെ കൂടെ ഈ പറയുന്ന ആൽക്കലോയിഡ്സും ഹെർബൽ എക്സ്ട്രാക്ട്സും ഉണ്ടാവും. ഇതൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഗ്രീൻ ടീ എക്സ്ട്രാക്ട്, അപ്പോൾ ഇതൊക്കെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഗ്രീൻ ടീ എക്സ്ട്രാക്ട്, ഗ്രീൻ ടീ വെയിറ്റ് കുറയ്ക്കാനായിട്ട് 1 ഗ്ലാസ് കുടിക്കുമല്ലോ. പക്ഷെ അതല്ല, അത് എക്സ്ട്രാക്ട് ചെയ്ത് കോൺസെൻട്രേറ്റഡ് ഫോമിൽ അതിൻ്റെ അകത്ത് ആഡ് ചെയ്യും. അത്
ഹൈ ഡോസിൽ ചെല്ലുമ്പോൾ എക്സ്ട്രാക്റ്റാണ് ചെല്ലുന്നത്. അതേപോലത്തെ ആൽക്കലോയിഡുകളുടെ എക്സ്ട്രാക്റ്റുകൾ, എൻസൈം ബ്ലെൻഡ്സ്, ഇങ്ങനത്തെ സാധനങ്ങൾ, ഈ ബ്ലെൻഡ്, ഈ സാധനങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ കണ്ടന്റിലേക്ക് നോക്കുക. ഈ വാക്കുകളൊക്കെ കണ്ട് അവോയ്ഡ് ചെയ്യുക. എക്സ്ട്രാക്റ്റ്, ബ്ലെൻഡ്, ഇതൊക്കെ ഭയങ്കര ഹൈ കോൺസെൻട്രേഷനിൽ നമുക്കിത് തരുന്നതാണ്. അത് വെയിറ്റ് കുറയ്ക്കായിരിക്കും ഈ ഹൈ ഇതിൽ പോകുമ്പോൾ, പക്ഷേ ഇത് വളരെ ഡേഞ്ചറസ് ആണ്. എപ്പോഴാണ് ഇത്, ആർക്കാണ് അതിൻ്റെ ഇതുണ്ടാവുന്നത്, ഇഡിയോസിൻക്രാറ്റിക് റിയാക്ഷൻ അതാണ്. പക്ഷേ അത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ വേ പ്രോട്ടീൻ കഴിക്കാം. വേ പ്രോട്ടീൻ വളരെ നല്ലതാണ്. സാധാരണ വേ പ്രോട്ടീൻ കഴിക്കാം. എത്രയോ വേ പ്രോട്ടീൻ കമ്പനികളുണ്ട്, നല്ല വേ പ്രോട്ടീൻ ഉണ്ടാകുന്നത്. വേ പ്രോട്ടീൻ കഴിക്കാം, ക്രിയാറ്റിൻ കഴിക്കാം, ബ്രാഞ്ചിൻ അമിനോ ആസിഡ് കഴിക്കാം, ഇതൊക്കെ കഴിക്കാം. ഇതൊക്കെ ജിം ട്രെയിനേഴ്സ് പറയുന്നതല്ലേ, അത് കഴിക്കാം. പ്രോട്ടീൻ കഴിക്കാം, പ്രോട്ടീൻ ഡയറ്റ് കഴിക്കാം, കാലറി കുറയ്ക്കാം. പക്ഷേ ഈ ഹെർബൽ സാധനങ്ങൾ പറ്റുന്നത്ര അവോയ്ഡ് ചെയ്യുക. ഹെർബൽ അത് പകുതി ആയുർവേദം അല്ല. ഇപ്പോൾ ടൈഗർ ബാമിൽ പോലും ആയുർവേദിക് മെഡിസിൻ വരുന്നത്. ടൈഗർ ബാം ചൈനീസ് മെഡിസിനാണ്. അപ്പോൾ ആയുർവേദം എന്നുള്ളത് ഭയങ്കരമായിട്ട് മിസ്യൂസ്ഡ് ആണ്. അപ്പോൾ ആയുർവേദം അല്ല, ഈ പറയുന്ന പോലെ എക്സ്ട്രാക്ട്സും ബ്ലെൻഡും ചേർത്ത് നമുക്ക് തരുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനങ്ങളാണ്. മദ്യം കൂടുതൽ കഴിക്കുന്നവർക്കാണ് ലിവർ സിറോസിസ് വരിക എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് ലിവർ സിറോസിസ്? ലിവർ സിറോസിസ് എന്ന് പറഞ്ഞാൽ ലിവർ കട്ടിയാവുന്ന അവസ്ഥ. നമ്മൾ ഫാറ്റ് ലിവർ എന്ന് പറഞ്ഞാൽ ലിവർ കൊഴുപ്പുണ്ടെന്ന് പറഞ്ഞല്ലോ. കൊഴുപ്പ് വന്നിട്ട് ലിവർ കട്ടിയായി പോകും. ലിവർ ചുരുങ്ങി കല്ല് പോലെ കട്ടിയായി പോകുന്ന അവസ്ഥയാണ് ലിവർ സിറോസിസ് എന്ന് പറയുന്നത്. ലിവർ എത്ര ഉണ്ടാവും? ലിവർ 1.5 കിലോ. നമ്മുടെ റൈറ്റ് സൈഡിൽ ഇവിടെയാണ്, റൈറ്റ് അപ്പർ അബ്ഡോമിനിലാണ് ഉള്ളത്. ഒരു 1.5 കിലോ ആണ് സാധാരണ. ഒരു 60 കിലോ ഭാരം നമ്മളുടെ ഇവിടെ ഉണ്ട്, നമ്മുടെ റൈറ്റ് സൈഡിൽ, ഇപ്പുറത്തെ സൈഡിൽ 1.5 കിലോ ഉണ്ട്. അപ്പോൾ ആ 1.5 കിലോ ഉള്ള സാധനം ചുരുങ്ങി പോകുന്നു, ഭയങ്കര ചെറുതാണ്. അപ്പോൾ നല്ല അഡ്വാൻസ് ഡോസസ് നമ്മൾ അൾട്രാസൗണ്ടിലും CT കാണുമ്പോൾ ഭയങ്കര ചെറുതായിരിക്കും. ലിവർ ട്രാൻസ്പ്ലാന്റ് ആ ലിവർ പുറത്തെടുക്കുമല്ലോ, അപ്പോൾ ഭയങ്കര ചെറിയ ലിവറായിട്ട്, ചുരുങ്ങിയ കട്ടി കൂടിയ ലിവറായിട്ട് മാറും. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷനും അതുപോലെ കുറയും. അപ്പോൾ ലിവർ സിറോസിസ് 2 ടൈപ്പിൽ, ഈസി ആയിട്ട് പറയുമ്പോൾ 2 ടൈപ്പിൽ നമുക്ക് പറയാം. ഒന്ന് കോമ്പൻസേറ്റഡ് എന്ന് പറയുമ്പോൾ ലിവർ ഈ 70% ഡാമേജ് ആയിട്ടുണ്ടാവില്ല, നമ്മുടെ ബോഡി അതിൻ്റെ സിംറ്റംസ് പുറത്ത് കാണിക്കുന്നില്ല. കോമ്പൻസേറ്റഡ് ലിവർ ഫെയിലിയർ കോമ്പൻസേറ്റഡ് സിറോസിസ് എന്ന് പറയും. അപ്പോൾ കോമ്പൻസേറ്റഡ് സിറോസിസിൽ ഈ പറഞ്ഞ പോലെ പുറത്ത് അധികം സിംറ്റംസ് ഒന്നും വരില്ല. ആ സ്റ്റേജിൽ നിന്ന് ഡീകമ്പൻസേറ്റഡിലേക്ക് പോകുമ്പോഴാണ് പുറത്ത് സിംറ്റംസ് വരിക. അപ്പോൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നിൽ രക്തഛർദ്ദിക്കുക, ഇന്റേണൽ ബ്ലീഡിങ്. ഛർദ്ദിച്ചു കഴിഞ്ഞാൽ രക്തം ബ്ലഡായിട്ട് നമുക്ക് ഛർദ്ദിക്കും, അല്ല മലത്തിലൂടെയാണ് പോലെ കറുത്ത മലം പോവാം. അത് രണ്ടും ഒരേ സാധനമാണ്, ഇന്റേണൽ ബ്ലീഡിങ് കാരണം. ലിവറിൻ്റെ പ്രഷർ കൂടുന്ന കാര്യമാണ്. രണ്ടാമത് അസൈറ്റിസ് എന്ന് പറയുമ്പോൾ വയറിൽ വെള്ളം വരിക. അപ്പോൾ ആൾക്കാർ വയറ് ഭയങ്കരമായിട്ട് വീർത്ത്, ലിവർ പേഷ്യൻസ് വയറ് വീർത്തിട്ട് വേറെ കുത്തി വെള്ളം എടുക്കുന്നൊക്കെ അവസ്ഥയൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് ലിവർ അസൈറ്റിസ് എന്ന് പറയാം. മൂന്നാമത് ഈ പറഞ്ഞാൽ അമോണിയ കൂടിയിട്ടുള്ള എൻകെഫലോപ്പതി, ബ്രെയിനിൻ്റെ പ്രശ്നം. അത് തുടങ്ങുന്നത് ഉറക്കത്തിൻ്റെ ഒരു പാറ്റേൺ മാറിയിട്ടായിരിക്കും. രാത്രി ഉറക്കമില്ലായ്മ, രാവിലെ ഉറക്കം, അങ്ങനെയായിരിക്കും. അത് കൂടി കൺഫ്യൂഷനിലേക്ക് പോകും. നമ്മുടെ സൗണ്ട് മാറും, കൺഫ്യൂഷനിലേക്ക് പോവുക. അവസാനത്തെ സ്റ്റേജ് കോമബോധം ഇല്ലാത്ത അവസ്ഥ വരെ പോവാം. ഇതൊക്കെയാണ് ഡീകമ്പൻസേഷൻ. പിന്നെ അപ്പോൾ ഈ ഉറക്കം, സ്ലീപ്പിംഗ് പാറ്റേൺസ് ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളിലേക്കാണോ ഇത് വരുന്നത്, അല്ലെങ്കിൽ ഈ പ്രശ്നം കാരണം നമ്മൾ സ്ലീപ്പിംഗ് പാറ്റേൺസ് പ്രശ്നം കാരണം വരാം. ഈ ഡീകമ്പൻസേഷനിലേക്ക് പോകുമ്പോൾ ആദ്യം ഇതൊക്കെയാണ് വരിക. അമോണിയ കൂടിയ കാരണം ഇങ്ങനെ വരാം. പിന്നെ അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം സിറോസിസിൽ വരാം. അത് ലിവർ ഫെയിലിയറിലേക്ക് പോകുമ്പോഴാണ് സിറോസിസിൽ മഞ്ഞപ്പിത്തം വരിക. അപ്പോൾ ഈ 4 കാര്യങ്ങൾ ആണ് ഡീകമ്പൻസേഷൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുക. ഈ ലിവർ സിറോസിസ് ഉണ്ട് നമുക്ക് ഈ തുടക്കം മുതലേ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇതിന്റെ സിംറ്റംസ് നമുക്ക് അറിയാൻ പറ്റുമോ? നേരത്തെ പറഞ്ഞു ലിവർ ഒരുപാട് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് സിംറ്റംസ് പുറത്ത് വിടുക, നമുക്ക് അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സിറോസിസ് ഉണ്ട് എന്നുള്ളതിന്റെ സിംറ്റംസ് ഇപ്പോൾ ഈ പറഞ്ഞു, ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടാവും, മുറ്റിങ് ഉണ്ടാവും, മഞ്ഞപ്പിത്തം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ അറിയാൻ പറ്റുമോ? സിംറ്റംസ് ഉണ്ടാവണമെന്നില്ല. ക്ഷീണം വരാം, കാലിൽ ചെറിയ നീരൊക്കെ വരാം. അങ്ങനെ ചെറിയ സിംറ്റംസ് വേണമെങ്കിൽ വരാം, വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. മിക്കവരും പലപ്പോഴും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും വലിയ കോംപ്ലിക്കേഷന് ശേഷമാണ് കണ്ടുപിടിക്കുക. ചിലർ സിറോസിസ് വന്ന ലിവർ ക്യാൻസർ വരാനുള്ള റിസ്ക് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ ലിവർ ക്യാൻസർ ഉള്ള 100 പേരെ എടുത്താൽ അതിൽ ഒരു 70 തൊട്ട് 90 പേർക്ക് വരെ 70% സിറോസിസ് ഉള്ളവരായിരിക്കും. അപ്പോൾ ലിവർ സിറോസിസ് ഉള്ള എല്ലാവർക്കും വരുമെന്നല്ല, റിസ്ക് ഭയങ്കര കൂടുതലാണ്. ക്യാൻസർ വരുന്നവരെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് സിറോസിസ് കൂടെ ഉണ്ടാവും. ചിലപ്പോൾ ക്യാൻസർ വന്നിട്ടായിരിക്കും നമ്മൾ സിറോസിസ് കണ്ടുപിടിക്കുക. ചിലപ്പോൾ ഇതേപോലെ രക്തം ഛർദ്ദിക്കുമ്പോഴായിരിക്കും. മിക്കപ്പോഴും ഈ സ്റ്റേറ്റിലാണ് നമ്മൾ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അൾട്രാസൗണ്ട് എടുക്കുമ്പോൾ സിറോസിസ് ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ ടെസ്റ്റുകൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് വരെ ഒരുപക്ഷെ കോമ്പൻസേറ്റഡ് സിറോസിസ് പലർക്കും നോർമലായിരിക്കും. ചെറുതായിട്ട് ആൽബുമിൻ കുറയുക, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. വലിയ ചേഞ്ചസ് വരണമെന്നില്ല. പിന്നെ നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത ടെസ്റ്റാണ് പ്ലേറ്റ്ലെറ്റ് കൗണ്ട്. നമ്മുടെ സാധാരണ ബ്ലഡ് റുട്ടീൻ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടിനകത്ത് വരുന്ന സിമ്പിൾ ടെസ്റ്റാണ് പ്ലേറ്റ്ലെറ്റ് കൗണ്ട്. ഈ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ലിവറിൻ്റെ പ്രഷർ കൂടുമ്പോൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയും. ഇത് പലർക്കും അറിയില്ല. അത് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഈ സിറോസിസ് ഉള്ള ലേറ്റായിട്ട് രക്തമൊക്കെ ഛർദ്ദിച്ച് വരില്ലേ, അപ്പം നമ്മൾ അവരുടെ റിപ്പോർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് പ്ലേറ്റ്ലെറ്റ് കുറവായിരിക്കും. കുറവെന്ന് വെച്ചാൽ ഭയങ്കര കുറവായിരിക്കില്ല. നമ്മുടെ ഈ അപ്പർ ലിമിറ്റ് ഓഫ് നോർമലിൻ്റെ 1.5 ലക്ഷമാണ്. അപ്പോൾ 1.2 ലക്ഷം ഇങ്ങനെ ആയിരിക്കും അവരുടെ
3-4 വർഷം മുന്നത്തെ പിള്ളേർ, ഇതൊക്കെ ഇങ്ങനെ മിസ്സായി പോകാനുള്ള സാധനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്ലേറ്റ്ലെറ്റ് കൗണ്ട്, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, PTI അങ്ങനെ 2-3 ടെസ്റ്റുകളുണ്ട്, സിമ്പിൾ ആയിട്ടുള്ള ടെസ്റ്റ്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ നേരത്തെ പിടിക്കാൻ പറ്റും. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു കോമ്പൻസേറ്റഡ് സിറോസിസ് എന്ന് പറഞ്ഞല്ലോ, ഈ കോമ്പൻസേറ്റഡ് സിറോസിസിൻ്റെ സ്റ്റേജിലുള്ള ഒരാൾ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു സാധാരണ ആൾ ജീവിക്കുന്ന അതേപോലെ തന്നെ ജീവിച്ച് നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും. അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചൊരു വരവില്ല. നമ്മൾ ആ സ്റ്റേജിൽ വരെ എത്തിക്കഴിഞ്ഞാൽ അത് റിവേഴ്സിബിൾ അല്ല. അപ്പോൾ ലിവർ സിറോസിസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ടോ? സാധ്യത ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്. ഈ പറഞ്ഞ പോലെ കോമ്പൻസേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ലിവർ ഫംഗ്ഷൻ, ലിവറിൻ്റെ പല ജോലികളുണ്ടല്ലോ. അപ്പോൾ ലിവർ സിന്തറ്റിക് ഫംഗ്ഷൻ, ലിവർ പ്രോട്ടീൻ ഉണ്ടാക്കും. ഈ പ്രോട്ടീൻ ഫംഗ്ഷനൊക്കെ നോക്കുന്ന ടെസ്റ്റാണ് ആൽബുമിൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ജോലിയൊക്കെ ലിവർ നല്ലപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ കോമ്പൻസേറ്റഡ് ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്ത് മരുന്ന് കൊണ്ടും എക്സസൈസും ഡയറ്റും കൊണ്ട് നമുക്ക് ഒരു പരിധി വരെ സാധാരണ ജീവിക്കുന്ന പോലെ ജീവിച്ച് പോവാം. കോംപ്ലിക്കേഷൻസ് വരുമ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ സ്വഭാവം മാറും, ഈ അസുഖത്തിൻ്റെ സ്വഭാവം മാറും. കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ലിവർ മാറ്റി വെക്കേണ്ടി വരും, ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരും. മിക്കവർക്കും അതിൻ്റെ ഒരു എൻഡ് ട്രീറ്റ്മെൻറ്റ്, കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ക്യൂർ എന്ന് പറയുന്നത് ലിവർ മാറ്റി വെക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ കാൽപാദത്തിൻ്റെ ഇപ്പോൾ വിണ്ട് കീറൽ അതുപോലുള്ള കാൽപാദത്തിൽ വരുന്ന മാറ്റങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമുക്ക് ലിവർ സിറോസിസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പറയുന്ന വീഡിയോസ് ഒക്കെ കേട്ടിട്ടുണ്ട്. അതിൽ സത്യമുണ്ട്? പാദത്തിൻ്റെ ഇല്ല, കാലിൽ നീര് വരാം. ഈ വയറിൽ നീര് വരില്ലേ, അതുപോലെ കാലിൽ നീര് വരാം. അപ്പോൾ കാലിൽ നീര് വരുന്നത് കിഡ്നിയുടെ പ്രശ്നം കൊണ്ടാവാം, ലിവറിൻ്റെ പ്രശ്നം കൊണ്ടാവാം, ഹാർട്ടിൻ്റെ പ്രശ്നം കൊണ്ടാവാം. സാധാരണയായിട്ട് ഹാർട്ടിൻ്റെ പ്രശ്നങ്ങളാണ് കാലിൽ നീര് ഏറ്റവും ആദ്യം വരിക. പക്ഷെ ലിവറിലും കിഡ്നിയിലും വരാം. അപ്പോൾ കാലിൽ നീര് വരുന്നതല്ലാതെ ഈ വിണ്ട് കീറുന്നത് ഇല്ല. പക്ഷേ കാലിൽ ഈ ലിവറിൻ്റെ അകത്ത് ഈ ബൈലിൻ്റെ പിത്തം അതിൻ്റെ ബ്ലോക്ക് ഉണ്ടാകുന്ന സമയത്ത് ചൊറിച്ചിൽ വരാൻ, ഡ്രൈ ആവാം, സ്കിന്ന് ഡ്രൈ ആവുന്ന കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പോൾ PBC എന്നൊക്കെ പറഞ്ഞ കണ്ടീഷൻ്റെ അകത്ത് സ്കിന്ന് ഭയങ്കര ഡ്രൈ ആവും. അപ്പോൾ അങ്ങനെ കാല് ചൊറിഞ്ഞിട്ട്, അത് കാൽപാദമല്ല, മൊത്തമായിട്ട് കാലൊക്കെ ചൊറിയും. രാത്രിയിലാണ് ചൊറിച്ചിൽ കൂടുതൽ. അങ്ങനെ ചൊറിഞ്ഞിട്ട് കീറാം. അത് കാല് വിണ്ട് കീറുന്നതും ലിവറുമായിട്ട് അങ്ങനെ കോറിലേഷൻ ഇല്ല. ഡ്രൈ ആവാം, ഡ്രൈനെസ് ഉണ്ടാവും. ഈ മഞ്ഞപ്പിത്തം ഈ ലിവർ സിറോസിസിന്റെ ഒരു സിംറ്റം അല്ലേ? സിറോസിസിൻ്റെ അല്ല, ഡീകമ്പൻസേഷനിലേക്ക് ഞാൻ പറഞ്ഞല്ലോ 3-4 കാര്യങ്ങൾ. അതിൻ്റെ അകത്ത് ഒന്ന് മഞ്ഞപ്പിത്തം. ഇപ്പം അത് അങ്ങനെ കണക്കാക്കാറില്ല. കൂടുതലും മഞ്ഞപ്പിത്തം വരാൻ മഞ്ഞപ്പിത്തത്തിന് പല കാരണങ്ങളുണ്ട്. നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ്, ബ്ലഡിൻ്റെ പ്രശ്നം കൊണ്ട് വരാം. ഹീമോലൈസിസ് എന്ന് പറയും, ബ്ലഡ് സെൽസ് പൊട്ടിപ്പോവാണെങ്കിൽ, രക്തക്കൊള്ളിനകത്ത് പൊട്ടിപ്പോകണം, അതുകൊണ്ടും മഞ്ഞപ്പിത്തം വരാം. പല കാരണങ്ങൾ കൊണ്ട് വരാം. ലിവർ കൊണ്ട് വരുന്നത് ലിവർ ഫെയിലിയറിലാണ് വരിക. അതായത് ലിവർ ജോലി ചെയ്യാത്ത ലിവർ ഫെയിലിയറിലേക്ക് വരുമ്പോൾ അത് ലിവർ സിറോസിസ് പ്രോഗ്രസ് ചെയ്ത് മഞ്ഞപ്പിത്തം വന്നു എന്ന് പറഞ്ഞാൽ ഇച്ചിരി അത്യാവശ്യം നല്ല ലാസ്റ്റ് സ്റ്റേജിലാണ് സാധാരണ വരാറുള്ളത്. അല്ലെങ്കിൽ ഈ മദ്യപാനം കൊണ്ടുള്ള ഹെപ്പറ്റൈറ്റിസ്, അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് വരാം. അത് ട്രീറ്റ് ചെയ്ത് നോർമലാക്കാവുന്ന തരത്തിലുള്ള ജോണ്ടിസ് ആണ്. മദ്യപാനം കൊണ്ട് പെട്ടെന്നൊരു ജോണ്ടിസ് വരിക, നമ്മൾ സ്റ്റീറോയിഡോ അങ്ങനത്തെ മരുന്നൊക്കെ കൊടുത്തിട്ട് കുറച്ച് മദ്യപാനം നിർത്തുക, ആദ്യത വേണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന രീതിയിലും ജോണ്ടിസ് വരാം. പിന്നെ ജോണ്ടിസ് വരാനുള്ള കാരണം വൈറൽ ഡിസീസ്. ചിലർക്കൊക്കെ മഞ്ഞപ്പിത്തം കുഞ്ഞിലെ വന്നിട്ട് പോയി, 2 ആഴ്ച കൊണ്ട് പോയി. അപ്പോൾ അത് ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസ്, വെള്ളത്തിലൂടെ വരുന്ന ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ഇയും അങ്ങനത്തെ ഇൻഫെക്ഷൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ മഞ്ഞപ്പിത്തം വന്നിട്ട് പോകാം. പക്ഷേ ഈ സിറോസിസ് വന്നിട്ട് ലേറ്റ് സ്റ്റേജിൽ മഞ്ഞപ്പിത്തം വരിക എന്ന് പറഞ്ഞാൽ ഇച്ചിരി സീരിയസ് സംഭവമാണ്. അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം വരാനുള്ള ഇപ്പോൾ ഗോൾ ബ്ലാഡറിലെ കല്ല് അത് താഴെ വന്ന് ഈ പിത്തത്തിൻ്റെ ഒഴുകുന്ന വഴിയുണ്ടല്ലോ, ഒരു ബൈൽ ഡക്റ്റ് എന്ന് പറയും, അതിനെ ബ്ലോക്ക് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബ്ലോക്ക് കാരണം വരാം. അത് ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് എന്ന് പറയും. അത് നമുക്ക് ട്രീറ്റ് ചെയ്ത് സിമ്പിളായിട്ട് ട്രീറ്റ് ചെയ്തേ ഉള്ളൂ. മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് ഒരു സിംറ്റം ആണ്. അതിന് പല കാരണങ്ങളുണ്ട്. അത് ലിവർ ഫെയിലിയർ ആവാം, ബ്ലഡിൻ്റെ ഇഷ്യൂ ആവാം. അപ്പോൾ അത് നമ്മൾ നല്ലപോലെ അതിൻ്റെ കാരണം നോക്കിയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമാണ്.